ജോഷോ സിക്സിയെ ലോണിൽ പറഞ്ഞയക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അലക്സാണ്ടർ ഇസാക്കിന് പരിക്കേറ്റതോടെ പകരക്കാരനെ തേടി ലിവർപൂൾ. വണ്ടർ കിഡ് എൻട്രിക്കിനെ പറഞ്ഞുവിടാൻ ഒളിമ്പിക് ലിയോണുമായി കൈകൊടുക്കാൻ റയൽ. മിഡ് സീസൺ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണാകാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചടുല നീക്കങ്ങളിലാണ് യൂറോപ്യൻ ക്ലബ്ബുകൾ. ക്രിസ്മസിന് ശേഷം കിരീട പോരാട്ടം ചൂടുപിടിക്കുമെന്നിരിക്കെ പുതിയ ആയുധങ്ങൾ എത്തിച്ച് കളം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടീമുകൾ. ബെഞ്ചിലിരുന്നും അടുത്തവർ മുതൽ മോശം ഫോമിനെ തുടർന്ന് ബാധ്യതയായവർ വരെ കൂടുമാറ്റത്തിനൊരുങ്ങുന്നവരുടെ പട്ടികയിലുണ്ട്. പുതിയ ട്രാൻസ്ഫർ വാർത്തകൾ എന്തെല്ലാം പരിശോധിക്കാം. ഓഗസ്റ്റിൽ വലിയ ഹൈപ്പിലെത്തി തൊട്ടതെല്ലാം പാളിയ സംഘമാണ് ലിവർപൂൾ. റെക്കോർഡ് തുക ചെലവിട്ടെത്തിയ അലക്സാണ്ടർ ഇസാക്ക്, ഫ്ലോറിയൻ വിർട്സ് ഉൾപ്പെടെയുള്ള സുപ്രധാന താരങ്ങളെ എത്തിച്ചിട്ടും പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ചുവടുറപ്പിക്കാൻ ചെമ്പടക്കായിട്ടില്ല. മുന്നേറ്റത്തിലും പ്രതിരോധത്തിലുമെല്ലാം പ്രശ്നങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു. ഇതോടെ മിഡ് സീസൺ ട്രാൻസ്ഫർ വിൻഡോ പ്രശ്നപരിഹാരത്തിനുള്ള മികച്ച അവസരമായാണ് ലിവർപൂൾ കാണുന്നത്. ഏതാനും ദിവസങ്ങളായി ആൻഫീൽഡിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രധാന ട്രാൻസ്ഫർ വാർത്ത മുഹമ്മദ് സലാഹുമായി ബന്ധപ്പെട്ടതാണ്. പരിശീലകൻ അർനെ സ്ലോട്ടുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 33-കാരൻ ക്ലബ്ബ് വിടാനൊരുങ്ങുന്നതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. സലാഹിനെ തുടരെ ബെഞ്ചിലിരുത്തിയതും ഇതിനെതിരെ താരം തന്നെ പരസ്യമായി രംഗത്തെത്തിയതുമെല്ലാം ആൻഫീൽഡിൽ അസാധാരണ സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചത്. നിലവിൽ ആഫ്കോൺ കളിക്കാനായി ക്ലബ്ബ് വിട്ട താരം മടങ്ങി വന്നാൽ ചെമ്പടക്കൊപ്പം ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ 2 വർഷത്തേക്കാണ് ഈജിപ്ഷ്യൻ താരം ലിവർപൂളുമായി കരാർ പുതുക്കിയത്. നിലവിൽ സൗദി ക്ലബ്ബുകളാണ് സലാഹിനായി സജീവമായി രംഗത്തുള്ളത്. അൽ ഇത്തിഹാദ്, അൽ നസർ എന്നിവരെല്ലാം ലിവർപൂൾ ഫോർവേഡിനെ ഒപ്പമെത്തിക്കാനായി ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടെ ടോട്ടനത്തിനെതിരായ മത്സരത്തിൽ ഗോളടിച്ചതിനു പിന്നാലെ അലക്സാണ്ടർ ഇസാക്കിനേറ്റ പരിക്ക് ലിവർപൂളിന് പുതിയ തലവേദനയായിരിക്കുകയാണ്. കാലിന് പരിക്കേറ്റ സ്വീഡിഷ് സ്ട്രൈക്കർ മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ റീപ്ലേസ്മെന്റായി ബോൺമൗത്ത് താരം ആന്റോയിൻ സെമെന്നോയെ എത്തിക്കാനുള്ള ശ്രമം ക്ലബ്ബ് സ്കൗട്ടിംഗ് ടീം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 65 മില്യണിന്റെ റിലീസ് ക്ലോസാണ് 25-കാരൻ ഗാന ഫോർവേഡിനായി ബോൺമൗത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബുകളും താരത്തിനായി രംഗത്തുണ്ട്. നിലവിൽ പ്രീമിയർ ലീഗിൽ ഉജ്ജ്വല ഫോമിലുള്ള സെമെന്നോ ഇതുവരെയായി 8 ഗോളുകളുമായി ഹാളൻഡിനും ഇഗോർ ടിയോഗോയ്ക്കും പിന്നിൽ ടോപ്പ് ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ്. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ളതിനാൽ സെമെന്നോ എല്ലാവരുടെയും ഹോട്ട് ചോയ്സ് ആണെന്ന് പറയാം. നിരന്തരം പരാജയപ്പെടുന്ന പ്രതിരോധത്തിലും അയച്ചുപണിക്കുള്ള തയ്യാറെടുപ്പിലാണ് ലിവർപൂൾ. സെൻട്രൽ ഡിഫൻസിൽ ക്രിസ്റ്റൽ പാലസിന്റെ മാർക്ക് ഗോവയെ എത്തിക്കാനുള്ള ശ്രമം ക്ലബ്ബ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന ഇബ്രാഹിമെ കൊണാറ്റെ ജനുവരിയിൽ വിറ്റയക്കാനും ക്ലബ്ബിന് പദ്ധതിയുണ്ട്. ലാലിഗയിൽ സ്ഥിരത പുലർത്താൻ പാടുപെടുന്ന റയൽ മാഡ്രിഡും ജനുവരി ട്രാൻസ്ഫറിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ബ്രസീലിയൻ കൗമാരതാരം എൻട്രിക്കിനെ ലോണിൽ ഒളിമ്പിക് ലിയോണിന് കൈമാറാനുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. റയലിൽ സാബി അലോൺസോ പ്ലാനിൽ ഇടം പിടിക്കാതെ സ്ഥിരം ബെഞ്ചിലിരിക്കുന്ന എൻട്രിക്കിനും ഈ നീക്കം നിർണായകമാണ്. ലിയോണിൽ മിന്നിത്തിളങ്ങി ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഇടം പിടിക്കുക എന്നതാണ് എൻട്രിക്കിന്റെ സ്വപ്നം. പക്ഷേ അതത്ര എളുപ്പമുള്ള പണിയല്ല. പ്രതിരോധത്തിൽ എഡർ മിലിറ്റാവോ വീണ്ടും പരിക്കിന്റെ പിടിയിലായതും റയലിന് തിരിച്ചടിയായി മാറുകയാണ്. ഇതോടെ ജനുവരിയിൽ പ്രതിരോധത്തിൽ ബാക്ക് ഓപ്ഷനായുള്ള ശ്രമവും റയൽ നടത്തും. ബയേണിന്റെ ഡയാഡ് ഉപമക്കാനോ, ക്രിസ്റ്റൽ പാലസിന്റെ മാർക്ക് ഗുവേ എന്നീ ഓപ്ഷനുകളാണ് റയൽ സജീവമായി പരിഗണിക്കുന്നത്. ഈ സീസൺ അവസാനം കരാർ അവസാനിക്കുന്ന റൂഡിഗറിന്റെയും ഡേവിഡ് അലാബയുടെയും കരാർ പുതുക്കുന്ന കാര്യത്തിലും റയൽ ഇതുവരെ നീക്കമൊന്നും ആരംഭിച്ചിട്ടില്ല. പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ മുന്നിലുള്ള ആഴ്സണൽ ജനുവരി ട്രാൻസ്ഫറിൽ കാര്യമായി ഇറങ്ങിക്കളിക്കാൻ സാധ്യതയില്ലെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിരോധ താരം ഗബ്രിയേൽ പരിക്കിന്റെ പിടിയിലാണെങ്കിലും പകരം ഓപ്ഷനിലേക്ക് പോകേണ്ടതില്ലെന്നാണ് മിഖേൽ ആർട്ടേറ്റയുടെ തീരുമാനം. ദീർഘകാലം കളത്തിന് പുറത്തായിരുന്ന ഗബ്രിയേൽ ജീസസ് മടങ്ങിയെത്തിയതും ഗണ്ണേഴ്സിന് പ്രതീക്ഷ നൽകുന്നു. അതേസമയം യുവ മിഡ്ഫീൽഡർ റോഡ്രിഗോ മെൻഡോസ, AC മിലാൻ ഫുൾബാക്ക് ഡേവിഡ് ബർട്ടിസാഗി, ഫ്രാങ്ക്ഫർട്ട് മിഡ്ഫീൽഡർ ജീൻ മാറ്റോ വഹായ എന്നിവർ ക്ലബ്ബ് റഡാറിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. PSR നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആസ്റ്റൺ വില്ല ജനുവരി ട്രാൻസ്ഫറിൽ വലിയ നീക്കങ്ങളൊന്നും നടത്താനിടയില്ല. നിലവിൽ പ്രീമിയർ ലീഗിൽ തുടരെ 10 മത്സരങ്ങളിൽ ജയിച്ചു മുന്നേറുന്ന ടീമിന്റെ പ്രകടനത്തിൽ കോച്ച് ഉനൈ എംറയും സംതൃപ്തനാണ്. അതേസമയം വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിടാൻ മോർഗൻ റോജേഴ്സ്, ഒലി വാറ്റ്കിൻസ്, ജോൺ മഗിൻ, മറ്റി കാഷ് അടക്കമുള്ള സുപ്രധാന താരങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. താരങ്ങളെ പിടിച്ചു നിർത്താൻ ക്ലബ്ബിനാകുമോ എന്നാണ് ആരാധകരും ഉറ്റുനോക്കുന്നത്. ജനുവരി ട്രാൻസ്ഫറിൽ വലിയ നീക്കങ്ങൾക്ക് ചെൽസിക്കും താൽപ്പര്യമില്ല. വരാനിരിക്കുന്ന സമ്മർ ട്രാൻസ്ഫറിലേക്കാണ് ചെൽസി സ്കൗട്ടിംഗ് ടീം ടാർഗറ്റ് ചെയ്യുന്നത്. റഹീം സ്റ്റെർലിംഗ്, ഡിസാസി, ഡെറിക് ജോർജ് എന്നീ താരങ്ങളെ വിറ്റൊഴിക്കാൻ ഇംഗ്ലീഷ് ക്ലബ്ബ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിരോധ താരം ഡിസാസിക്കായി സണ്ടർലാൻഡ്, ബോൺമൗത്ത്, വെസ്റ്റ് ഹാം ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ രംഗത്തുണ്ട്. മിഡ് സീസൺ ട്രാൻസ്ഫറിൽ ആന്റോണിൻ സെമന്റോയ്ക്കായി ഉറച്ചു നിൽക്കാനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തീരുമാനം. കഴിഞ്ഞ സമ്മർ മുതൽ ഒരു എലൈറ്റ് ലെഫ്റ്റ് വിംഗറെ സ്വന്തമാക്കാൻ പെപ് ഗാർഡിയോളക്ക് പദ്ധതി ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡിൽ നിന്ന് റോഡ്രിഗോ എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല. ഡോണറൂമ വന്നതോടെ ബാക്കപ്പ് ഗോൾ കീപ്പർ ജെയിംസ് ട്രാഫോർഡിനെ കൈവിടുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പെപ് തള്ളിക്കളഞ്ഞിരുന്നു. മിഡ്ഫീൽഡിൽ ടിയാനി റണ്ടേഴ്സിനൊരു ബാക്കപ്പ് ഓപ്ഷനും സിറ്റിയുടെ പ്ലാനിലുണ്ട്. മത്തയോ കൊവാസിച്ചിന്റെ പരിക്കും ബെർണാഡോ സിൽവയുടെ കരാർ ഈ സമ്മറിൽ അവസാനിക്കുന്നതുമെല്ലാം സിറ്റിയെ പുതിയ മിഡ്ഫീൽഡർക്കായുള്ള ശ്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. ജനുവരിയിൽ ഡച്ച് ഫോർവേഡ് ജോഷോ സിർക്സിയെയും ഇംഗ്ലീഷ് താരം കോബി മെനുവിനെയും ലോണിൽ വിടാനുള്ള ശ്രമത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നിലവിൽ റൂബൻ അമോറിം സ്കൂളിൽ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഇരുവരെയും മാറ്റാനാണ് ക്ലബിന്റെ തീരുമാനം. സിർക്സിക്കായി AS റോമയാണ് പ്രധാനമായും രംഗത്തുള്ളത്.
മത്തേവസ് കുഞ്ഞ, ബെഞ്ചമിൻ സെസ്കോ, ബ്രയോൻ എംബ്യൂമോ എന്നിവർ ടീമിലുള്ളപ്പോൾ ജെസിക്ക് പലപ്പോഴും പുറത്തായിരുന്നു സ്ഥാനം. റൂബൻ അമോറിമിൻ്റെ പ്ലാനിൽ കാര്യമായ റോളില്ലാതിരുന്ന മൈനു പോകുമെന്ന അഭ്യൂഹം ഏറെക്കാലമായുണ്ട്. മൈനു നീഡ്സ് ടു ഫൈറ്റ് ഫോർ ഹിസ് ജോബ് എന്നാണ് അമോറിമിൻ്റെ നിലപാട്. നാപ്പോളി മൈനുവിന് പിന്നാലെ ഉണ്ടെങ്കിലും 20 വയസ്സ് മാത്രമുള്ള വലിയ ഭാവിയുള്ള മൈനുവിനെ വിടാൻ യുണൈറ്റഡിനും താല്പര്യമില്ല. നിലവിൽ പ്രതിരോധമാണ് ബാഴ്സലോണ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇനിഗോ മാർട്ടിനസ് പോയതിൻ്റെ വിടവ് ഇന്നും ആ ക്ലബ്ബ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ആന്ദ്രെ ക്രിസ്ത്യൻസിന് പരിക്കേറ്റതും തിരിച്ചടിയായി. ഇതോടെ ജനുവരി ട്രാൻസ്ഫറിൽ ഡിഫൻഡർക്കായി ക്ലബ്ബ് ശ്രമം നടത്തുമെന്നാണ് മാർക്കി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നിലവിൽ തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇത് അത്രമാത്രം വിജയിക്കുമോ എന്ന് കണ്ടറിയണം. ബാഴ്സലോണയാണെങ്കിൽ നിർണായകമായ പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ തിരക്കിലാണ്. അധികാരം നിലനിർത്താനുള്ള പിടിപ്പെട്ട പണിയിലാണ് ലാപ്പോട്ടെ. ഫിഫ ലോകകപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ യൂറോപ്യൻ ലീഗുകളിലെ രണ്ടാം പകുതി ഓരോ താരങ്ങൾക്കും സുപ്രധാനമാണ്. ദേശീയ പരിശീലകരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ ഓരോ താരങ്ങൾക്കും തങ്ങളുടെ ബെസ്റ്റ് പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും. ബ്രസീൽ ടീമിലേക്ക് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിൽ വെറ്ററൻ താരം തിയാഗോ സിൽവ FC പോർട്ടോയിലേക്ക് മാറിയതും ഇതിൻ്റെ ഉദാഹരണമാണ്. അഫ്കോണിൽ നിന്നും ചില സർപ്രൈസ് നീക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ജനുവരി ട്രാൻസ്ഫറിൽ ആരൊക്കെയാകും മിന്നുക? ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.